നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. കർക്കിടക മാസം എങ്ങനെയാണ് രാമായണ മാസമായത്? അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനും രാമായണവും കർക്കിടക മാസത്തിൽ എന്താ പ്രാധാന്യം? അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണം എഴുതിയതിന് ശേഷം ലവകുശന്മാർ ആദ്യമായി അത് ചൊല്ലിയ മാസമാണ് കർക്കിടക മാസം. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ലഗ്നം എന്താണെന്ന് വെച്ചാൽ കർക്കിടക ലഗ്നത്തിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടകത്തിന് പ്രാധാന്യമുള്ളത്. ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓരോ രാശിക്കും മേടായാലും ഇടവായാലും മിഥുനായാലും കർക്കിടകമായാലും ചിങ്ങായാലും കന്യായാലും തുലായാലും ഈ രാശികൾക്കൊക്കെ ഓരോ ജീവികളുമായി ബന്ധപ്പെട്ട ബന്ധവും കൂടി ഉണ്ട്. അപ്പോൾ കർക്കിടകത്തിൻ്റെ ഞണ്ട് എന്ന് പറയുന്ന ജീവിയായിട്ട് ബന്ധമുണ്ട്. ഈ ഞണ്ടിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞണ്ട് പ്രസവിച്ചാൽ ഉടനെ തന്നെ പ്രസവിക്കുന്ന ഉൾപ്പെടെ അമ്മ മരിക്കുകയാണ്. ആരാണോ പ്രസവിച്ചത് അത് മരിക്കും. അതായത് മാതാവിനെ ഹനിച്ചുകൊണ്ട് ജനിക്കുന്നതാണ് ഞണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടി പറയാം. ഒരു മാതൃഹത്യാഭാവം ഉണ്ടെങ്കിൽ പോലും അത് തീരാൻ പറ്റിയ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ കർക്കിടക മാസമാണ്. ലോകത്തെ ഏറ്റവും വലിയ പാപമാണ് അമ്മയെ ധിക്കരിക്കുക, അമ്മയോട് മോശമായി പെരുമാറുക, അമ്മയെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു പാപമില്ല. അപ്പോൾ ആ മാതൃഹത്യ പോലും ഉണ്ടെങ്കിൽ അതിനെപ്പോലും അങ്ങനെ ആരും ലോകത്ത് ചെയ്യില്ല, അങ്ങനെ ഒരിക്കൽ ചെയ്യാൻ നിയമമില്ല. എങ്കിൽ അത്രയ്ക്ക് മോശമായ പാപമുണ്ടെങ്കിൽ പോലും തീരാൻ പറ്റുന്ന മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ വിളക്ക് വെച്ച് നമ്മൾ രാമായണം ജപിക്കുന്നു, രാമായണം പാരായണം ചെയ്യുന്നു. രാമായണം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ധൃതി പിടിച്ച് വളരെ സ്പീഡിനകത്ത് ഒരിക്കലും പാരായണം ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ചെയ്യുക. കാരണം ഇത് ചെയ്യുന്നത് ഭഗവാൻ കേൾക്കാനും ഭഗവാൻ കേട്ട് നമ്മളെ അനുഗ്രഹിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഭഗവാൻ കേൾക്കാനും ഭഗവാൻ അനുഗ്രഹിക്കാനും ചെയ്യുന്ന കർമ്മങ്ങളായതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രസ്വാമി അത് അനുഗ്രഹകലയിലേക്ക് വരണമെങ്കിൽ അതിന് കൃത്യമായ നിഷ്ഠയോടുകൂടി രാമായണം ജപിക്കണം എന്നുള്ളതാണ്. ആ രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ശാപതാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്, ഏറ്റവും വലിയ മുക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട്, ഏറ്റവും വലിയ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രാമായണ പാരായണം. ഏറ്റവും മഹാഭാവത്തിൽ നിന്ന് എത്താൻ പറ്റുന്നത് രാമായണ പാരായണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്ത് അസുഖങ്ങളുണ്ടെങ്കിൽ അത് മുജ്ജന്മശാപത്തിൻ്റെയാണ്. കുടുംബത്ത് സാമ്പത്തിക ദുരിതം, സന്താന ദൗർലഭ്യം, സന്താന ഗുണം കുറയുക, സന്താനങ്ങൾക്ക് ഐശ്വര്യം കുറയുക, സന്താനങ്ങൾക്ക് ശ്രേഷ്ഠത കുറയുക, ഇത്യാദി വിഷയങ്ങൾക്കെല്ലാം രാമായണ പാരായണം എന്ന് പറയുന്നത് രാമായണ പാരായണം കൊണ്ട് തീരുമാനമാണ്. രാമായണ പാരായണം കൊണ്ട് അതിൽ നിന്ന് മുഴുവൻ നമുക്ക് മോക്ഷം കിട്ടുന്നതാണ്. നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ കൂടുതലും നമ്മൾ പൂർവികരായോ നമ്മളായിട്ടോ കഴിഞ്ഞ ജന്മത്തോ ചെയ്ത ശാപങ്ങളുടെ ഫലമാണ്. നമ്മളൊന്നും സക്സസ് ആവണില്ലെങ്കിൽ ഇതും അതിൻ്റെ ഫലം തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പൂർണ്ണത കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ ദുരിതങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കർമ്മഫലങ്ങൾ എന്ത് തന്നെയായാലും, പൂർവികമായി നിൽക്കുന്ന എന്ത് ശാപങ്ങളുണ്ടെങ്കിലും, എന്ത് താപങ്ങളുണ്ടെങ്കിലും, എന്ത് ജാതകദോഷങ്ങളുണ്ടെങ്കിലും അതിനെ മാറാൻ പറ്റുന്നതാണ് പുണ്യമാസത്തിലെ പുണ്യശ്രവണങ്ങളും പുണ്യകീർത്തന ആലാപനങ്ങളും. അതിലേറ്റവും ശക്തമായ ഒന്നാണ് രാമായണം. രാമായണത്തിനകത്ത് രാമനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രാമൻ എന്ന് പറഞ്ഞ അർത്ഥം കൊണ്ട് തന്നെ ശരിക്കും രാമായ നമ എന്നുള്ള ജപം കൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തത്തുല്യമെന്ന് പറഞ്ഞത്. 1008 നാമത്തിന് പകരമായിട്ട് രാമൻ എന്ന് പറഞ്ഞ 2 വാക്കുകൾ ഉപയോഗിച്ച അത്ര ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ രാമായണം, അദ്ദേഹത്തിൻ്റെ കഥ ഉൾക്കൊള്ളുന്ന രാമായണ പാരായണം കൊണ്ട് എത്രമാത്രം കേമത്തമായ, എത്രയും ശ്രേഷ്ഠമായ അംഗീകാരം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കർക്കിടകത്തിലെ രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ ഒരു ഉപേക്ഷ വിചാരിക്കാതെ എല്ലാ ഭവനങ്ങളും, എന്നെ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു വിശ്വാസിക്കും അറിയാവുന്ന അത്ര, ഇപ്പം നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തീർന്നില്ലേ, നിങ്ങൾ ജപിച്ചെത്താൻ പറ്റുന്നില്ലേ, പതുക്കെയാണോ ജപിക്കണം, ഒരു കുഴപ്പമില്ല, അത് ചിങ്ങമാസം കൂടെ തുടർന്നോട്ടെ, അത് തീരുന്നേടം വരെ ജപിച്ചാൽ മതി. ഒരു പേജാണെങ്കിൽ ഒരു പേജ്, ഒരധ്യായമാണ് ഒരധ്യായം, അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ജപിച്ചിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം, അത് ചെയ്തിരിക്കണം. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം അത് ഗംഭീരമായിട്ട് ചെയ്യണം. കാരണം രാമായണ പാരായണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഒരനുഗ്രഹവുമില്ല. കാരണം രാമായണ മാസത്തിൽ രാമായണ പാരായണം കൊണ്ട് സന്തതി പരമ്പരകളുടെ മുഴുവൻ രക്ഷയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ദുരിതങ്ങളിൽ നിന്ന് മുഴുവൻ രക്ഷയാണ്. കുടുംബത്തിലുള്ള എല്ലാ മഹാപാപങ്ങളിൽ നിന്ന് രക്ഷയാണ്. അതുകൊണ്ട് അതിനകത്തൊരു വ്യത്യാസം വേണ്ട, അതിനകത്ത് യാതൊരു ഇതും വേണ്ട. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്ന സാധനം, ഗ്രന്ഥത്തെ പുണ്യമായി നിങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും തൊഴുത് ശ്രീരാമ പട്ടാഭിഷേകം അല്ലെങ്കിൽ ശ്രീരാമൻ്റെയോ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് എല്ലാ ദിവസവും വൃത്തിയായി വിളക്ക് വെച്ച് 5 തിരിയിട്ട വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് ഒരു പേജാണെങ്കിൽ ഒരു പേജ് നമ്മൾ ജപിച്ചിരിക്കണം. എല്ലാ സമ്പത്തിൻ്റെയും ഐശ്വര്യം ഉണ്ടാകാനും
ഈ രാമായണ മാസത്തിൽ രാമായണ പാരായണം കൊണ്ട് സാധിക്കും. എല്ലാം നന്മയും ഐശ്വര്യം ഉണ്ടാക്കാൻ പറ്റും, എല്ലാ ശാപതാപങ്ങളും മാറ്റാൻ പറ്റും, എല്ലാ ശ്രേഷ്ഠത ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതിൽ ചോദ്യങ്ങളില്ല, അവസാന ഉത്തരം എന്ന് പറയുന്ന പോലെയാണ് കർക്കിടക മാസത്തിലെ രാമായണമാണ്. കാരണം നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ നമ്മൾ നാലമ്പല ദർശനം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ രാമായണം എന്ന് പറയുന്നത് ഇല്ലാത്തവർ വാങ്ങിച്ച് വെക്കണം. എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു പേജാണ്, ഒരു പേജ് വായിക്കണം, ഒരു മടിയും കൂടണ്ട. ഇക്കുറി തൊട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട്, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് പുണ്യ പൂങ്കാവനമായിട്ടൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. രാമ 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 ജപിച്ച് നമുക്ക് ഈ മാസം മുൻപോട്ട് പോകാം. നമസ്കാരം. ഗോവിന്ദം പുരി.